മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹീമോഡയാലിസിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ പാർട്ടിൽ ഹീമോഡയാലിസിസ് ആയിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഹീമോഡയാലിസിസ് നമുക്കറിയാം. എന്താണ് ഹീമോഡയാലിസിസ് എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ അല്ലേ? വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദി ബ്ലഡ് വിൽ ഗെറ്റ് ഇൻറ്ററപ്റ്റഡ് ഇൻ ബോത്ത് ദ കിഡ്നീസ് സ്റ്റോപ്പ് ഫങ്ഷനിങ്. അതായത് നമ്മുടെ രണ്ട് കിഡ്നിയും ഫങ്ഷനൊന്നും നടക്കാതിരുന്നാൽ നമുക്കറിയാം അവിടെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ? അതായത് യൂറിൻ പോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാതാവും. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഒരു ഫിൽട്രേഷൻ നടത്തണം അല്ലേ? അപ്പോൾ ഫിൽട്രേറ്റ് നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹോമിയോസ്റ്റേസിസിനെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ലൈഫിനെ ഒന്ന് സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഹീമോഡയാലിസിസിൻ്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ബ്ലഡ് എന്ത് ചെയ്യാണ്? ഹീമോഡയാലിസിസ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ ഹീമോഡയാലിസിസ് യൂണിറ്റിൽ നമുക്കറിയാം യൂറിൻ ഒഴികെ, അതായത് നമ്മൾ ബ്ലഡിൽ ഫിൽട്രേറ്റ് ചെയ്യാനുള്ള ബ്ലഡിൽ ഓൾറെഡി നമുക്കറിയാം വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള യൂറിന് അവിടെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഫിൽട്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹീമോഡയാലിസിസ് യൂണിറ്റിൽ ആ ഒരു മെഷീൻ്റെ അകത്ത് ഏകദേശം നമ്മുടെ ബ്ലഡിനോട് സ്യൂട്ടായിട്ടുള്ള സാധനം തന്നെയാണ് അവിടെ ഉണ്ടാവുക അല്ലേ? ബ്ലഡിലെ പ്ലാസ്മയിൽ അതേ കോമ്പോസിഷനുള്ള ഒരു ഫ്ലൂയിഡ് തന്നെയാണ് അതിലേക്ക് ഉണ്ടാവുക. പക്ഷേ അവിടെ നമ്മൾ ബ്ലഡിൽ നിന്ന് പോകുന്ന യൂറിയ ഇല്ലാന്ന് മാത്രം. അപ്പോൾ ആ യൂറിയയെ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഫിൽട്രേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാണ്? ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഈസ് പാസ്ഡ് ത്രൂ ദി ഡയാലിസിസ് യൂണിറ്റ് ബൈ ആഫ്റ്റർ ആഡിങ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ ആഡ് ചെയ്തുകൊണ്ട്, അതായത് ബ്ലഡിൽ കോയാഗുലേഷൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മളവിടെ ഒരു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലേക്ക്, അതായത് ഹീമോഡയാലിസിസ് യൂണിറ്റിലേക്ക് ബ്ലഡിനെ കടത്തിവിടാണ്. അവിടെ വെച്ചിട്ട് വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദി ഡയാലിസിസ് യൂണിറ്റ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ് ഡിഫ്യൂസ് ഇൻ ടു ദി ഡയാലിസിസ് ഫ്ലൂയിഡ്. ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്ന് ഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡിനെ ആൻറ്റി ഹെപ്പാരിൻ ചേർത്തുകൊണ്ട് എന്താണ്? നമ്മുടെ ആർട്ടറിയിലേക്ക്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത് അല്ലേ? അതിനു മുമ്പേ നമുക്ക് അവിടെ പഠിക്കേണ്ട വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ, അതായത് നമ്മുടെ യൂറിനിലൊക്കെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് അണുക്കളുണ്ടാവും അല്ലേ? ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ എല്ലാ ബാക്ടീരിയാസും പുറത്തേക്ക് പോകുന്നത്. ഇനി അബദ്ധവശാൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ യൂറിനെ പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ടീരിയ അവിടെ തന്നെ നിൽക്കും അല്ലേ? നമ്മുടെ യൂറിറ്ററിൽ അവിടെ തന്നെ നിൽക്കുകയും നമുക്ക് തിരിച്ച് എന്താണ് തിരിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ആ യൂറിൻ അവിടെ ബാക്ടീരിയ അടിഞ്ഞുകൂടുകയും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റിൽ നോക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ യൂറിനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ യൂറിൻ കറക്റ്റ് പാസ് ചെയ്യാതിരുന്നാൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ വരിക. അതേപോലെ തന്നെ നമ്മളെ യൂറിനിൽ ആവശ്യത്തിലധികം ഗ്ലൂക്കോസും ആൽബുമിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡിലും യൂറിനിലൊക്കെ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഡയബറ്റീസ് അല്ലേ? നമ്മൾ ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആൽബുമിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ ഒരു മോളിക്യൂളാണ് ആൽബുമിൻ അല്ലേ? അപ്പോൾ ആൽബുമിനും ബ്ലഡൊക്കെ നമുക്ക് കറക്റ്റ് ഫിൽട്രേഷൻ നടക്കാതിരുന്നാൽ, നമ്മുടെ ഗ്ലോമറുലസിൽ കറക്റ്റ് ഫിൽട്രേഷൻ നടക്കാതിരുന്നാലും നമുക്കവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കതും കിഡ്നിയെ ബാധിക്കുന്ന ഡിസീസസ് ആണ്. അതേ ബിലിറുബിൻ എന്ന് പറഞ്ഞാലും നമുക്കറിയാം എന്താണ്? ജോണ്ടിസ് ആണ്. അതായത് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം മഞ്ഞപ്പിത്താണ് അല്ലേ? അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ബിലിറുബിൻ്റെ കോമ്പോണൻറ്റ് കൂടിക്കഴിഞ്ഞാലാണ്. അതേപോലെ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ കല്ല് എന്ന് പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഒരു ഡിസീസസ് ആണ് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നത്. അതേപോലെ പസ്സൽസ്, യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ വരുന്ന കഴിഞ്ഞാൽ നമുക്കറിയാം പഴുപ്പ് വരാറുണ്ട് അല്ലേ? അതാണ് പസ്സൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂറിന് കറക്റ്റ് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന യൂറിനും ബ്ലഡിലൊക്കെ ഇതിൻ്റെയൊക്കെ അളവ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ്. ഇനി നമുക്ക് യൂറിൻ്റെ അളവ് എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് യൂറിൻ, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ട്. ടേക്ക് 2 ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ടേക്ക് 2 ml യൂറിൻ സാമ്പിൾ ഇൻ വൺ ദം. ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ടേക്ക് 2 ml ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ആഡ് 2 ml ബെനഡിക്റ്റ് റിയേജൻറ്റ്. ഓക്കെ, അതായത് ബെനഡിക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോന്നിൻ്റെയും അളവ് എത്രയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഇതാണ് ബെനഡിക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബെനഡിക്റ്റ് സൊല്യൂഷൻ നമ്മൾ അതിൽ ചേർത്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ബെനഡിക്റ്റ് സൊല്യൂഷന് ചേർക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് അവിടെ ആ ഒരു യൂറിൻ്റെയൊക്കെ അളവ് എത്രയാണെന്നുള്ളത്, യൂറിനിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒന്നിൽ യൂറിനും എടുത്തു, ഒന്നിൽ ഗ്ലൂക്കോസും എടുത്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് ബെനഡിക്റ്റ് ലായനി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് കളർ ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നന്നായിട്ടൊരു ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ദ കളർ ഓഫ് ദി സാമ്പിൾ ചേഞ്ചസ് ഫ്രം ദ ബ്ലൂ, ഗ്രീൻ, ദെൻ യെല്ലോ, ഓറഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ്. അതായത് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് അവിടെ അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. അതായത് ബ്ലൂ ആണെങ്കിൽ അവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കുറവാണ്. ഇനി ബ്ലഡിൽ അതിലും കുറച്ച് കൂടുതലാണ് യെല്ലോ ആണെങ്കിൽ, അതിലും കുറച്ച് യെല്ലോ ആണ്. ഓറഞ്ച് ആണെങ്കിൽ അതിലും കുറച്ച് കൂടുതലാണ്. റെഡ് ആണെങ്കിൽ അതിലും കൂടുതൽ ഏറ്റവും കൂടുതലാണ് നമ്മുടെ ബ്രിക്ക് റെഡ് എന്ന് പറയും. അതായത് ഇഷ്ടിക കളറിലുള്ള റെഡ് ആണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ടെസ്റ്റ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കിഡ്നി നമ്മൾ പറഞ്ഞു ഡയാലിസിസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ഇതാണ് ഡയാലിസിസിൻ്റെ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ടും നമ്മുടെ കിഡ്നിയിൽ കറക്റ്റായിട്ടുള്ള ഫിൽട്രേഷനോ നടക്കുന്നില്ല, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകും. ദാറ്റ് ഈസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കിഡ്നി എങ്ങനെയും വർക്ക് ചെയ്യണില്ല, ഡയാലിസിസ് ചെയ്തിട്ടും നമ്മുടെ കിഡ്നിയിൽ വർക്ക് ചെയ്യണില്ല. അതും പോസിബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഓർക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ അതായത് നമുക്ക് ആരാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഡൊണറെ കണ്ടുപിടിക്കുക, ഒരു ദാതാവിനെ കണ്ടുപിടിക്കുക. ആ ദാതാവിനെ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അയാളും ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയിരിക്കണം, ടിഷ്യൂ മാച്ചിങ് ആയിരിക്കണം, ക്രോസ് മാച്ചിങ്, അതായത് എല്ലാം കൊണ്ടും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡൊണറെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ഇത് സർജറി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പഴയ കിഡ്നിയെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ മൂന്നാമത് പുതിയൊരു കിഡ്നിയെ കൊടുക്കുക. അതായത് ഈ 2 കിഡ്നി ഡാമേജ് ആയാലും നമ്മൾ അവിടെ ആ ഒരു കിഡ്നിയെ റിമൂവ് ചെയ്യുന്നേ ഇല്ല. അതവിടെ ആ കറക്റ്റ് പ്ലേസിൽ തന്നെ ഉണ്ടാവും. അതുകൂടാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കിഡ്നി ഓഫ് എ ഹെൽത്തി പേഴ്സൺ ഹൂ ഡൈഡ് എൻ ആക്സിഡൻറ്റ് ഓഫ് എ കംപ്ലീറ്റ്ലി ഹെൽത്തി പേഴ്സൺ ക്യാൻ ബി ട്രാൻസ്പ്ലാന്റഡ് ആഫ്റ്റർ കൺസിഡറിങ് ദ മാച്ചിങ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് ടിഷ്യൂസ് അല്ലേ. അതായത് ഒന്നുകിൽ ഒരു ഹെൽത്തി പേഴ്സണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിലോ മറ്റോ ആക്സിഡൻ്റ് ആയ പേഴ്സണിൽ നിന്ന് നമുക്കൊരു നല്ല കിഡ്നി കിട്ടുവാണെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും അതേപോലെ നമ്മുടെ ടിഷ്യൂസും ഒക്കെ കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഡൊണറെ കിട്ടിക്കഴിഞ്ഞ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ നമ്മുടെ പഴയ കിഡ്നിയെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ പുതിയ കിഡ്നി വെക്കേണ്ടത്. അതിനെ എടുത്തു മാറ്റാനോ നീക്കം ചെയ്യാനോ നമ്മൾ പാടുള്ളതല്ല. ഓക്കെ, നമ്മുടെ പുതിയ കിഡ്നി അതിൻ്റെ റീനൽ ആർട്ടറിയും വെയിനും ഒക്കെ നമ്മുടെ ശരീരമായിട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലാഡർ, നമ്മുടെ യൂറിനറി ബ്ലാഡർ നമ്മുടെ യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു പുതിയ അവയവം വരികയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. അതായത് അതിന് ഇമ്മ്യൂണിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു വർഷത്തേക്ക് തന്നെ എവിടെയും പുറത്തേക്ക് പോകാനോ ആൾക്കാരോട് സമ്പർക്കം കൂടാനോ അതേപോലെ തന്നെ നമ്മൾ എന്താണ് പുതിയതായിട്ട്, അതായത് അവരെ നോക്കാനും പരിപാലിക്കാനായിട്ട് ഒരാൾ മാത്രം ആക്കുകയാണ് ചെയ്യുക അല്ലേ. അതായത് അങ്ങനെ ഒരു നമുക്ക് അണുബാധ വരും, ഇൻഫെക്ഷൻ ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് അവരെ ഒരു വർഷത്തേക്കൊക്കെ നോക്കുക അല്ലേ. കാരണം ഇതാണ് ഇമ്മ്യൂണിറ്റി നമ്മൾ സപ്രസ് കുറയ്ക്കാനുള്ള മരുന്നാണ് ആ ഒരു സമയത്ത് കൊടുക്കുക. കാരണം നമ്മുടെ ബോഡിയിൽ പുതിയൊരു അവയവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ആ ഇമ്മ്യൂണിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട്, കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻസ് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് എക്സ്ക്രേഷൻ ഇൻ അതർ ഓർഗാനിസ് ആണ്. നമ്മുടെ മറ്റു ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അതർ ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രേഷൻ ഇതിൽ കാണാം. അമീബ, നോ സ്പെസിഫിക് എക്സ്ക്രേറ്ററി ഓർഗൻ. അമോണിയ, excess water that reach the cell are expelled through the contractile vacuole. അതായത് അതിൻ്റെ കോൺട്രാക്റ്റൈൽ വാക്യൂളിലൂടെ അമോണിയാണ് അതിൻ്റെ എക്സ്ക്രേഷൻ നടക്കുന്ന, അതായത് അതിൻ്റെ എക്സ്ക്രേറ്ററി വേസ്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. അമീബയിൽ അമോണിയാണ് എക്സ്ക്രേറ്ററി പ്രൊഡക്റ്റ്. കോൺട്രാക്റ്റൈൽ വാക്യൂളിലൂടെയാണ് അത് പുറത്തേക്ക് കളയുന്നത്. ഇനി ഇൻസെക്റ്റിൽ നോക്കുകയാണെങ്കിൽ എക്സ്ക്രേറ്ററി ഓർഗൻസ് ആർ മാൽഫീജിയൻ ട്യൂബ്യൂൾ. These are seen connected to digestive tract. They separate excretory product like uric acid from the body fluid and eliminate them along with digestive vases. അപ്പോൾ നമ്മുടെ ഇൻസെക്റ്റിൻ്റെ എക്സ്ക്രേറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂളാണ്. മാൽഫീജിയൻ ട്യൂബ്യൂളാണ്. അത് പുറന്തള്ളുന്നത് യൂറിക് ആസിഡ് പോലുള്ള എക്സ്ക്രേറ്ററി, അതേപോലുള്ള മാൽഫീജിയൻ ട്യൂബ് വഴി യൂറിക് ആസിഡ് പോലുള്ളതിനെയാണ്, വേസ്റ്റിനെയാണ് നമ്മൾ എക്സ്ക്രേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഏർത്ത് നെഫ്രീഡിയ എക്സ്ക്രേറ്ററി ഓർഗനാണ്. നെഫ്രീഡിയ ആണ് എക്സ്ക്രേറ്ററി ഓർഗൻ. യൂറിയ, അമോണിയൊക്കെയാണ്, വാട്ടറൊക്കെയാണ് ആ ഒരു എക്സ്ക്രേറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓക്കെ, ഇനി അടുത്തത് ഫിഷസ് ആണ്. ഫിഷസിലെ മേജർ എക്സ്ക്രേറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയ ആണ്. അത് നമ്മുടെ കിഡ്നിയാണ് എക്സ്ക്രേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്, നമ്മളെപ്പോലെ തന്നെയാണ്. ഓക്കെ, അതായത് അതിൻ്റെ നമുക്കറിയാം റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഗിൽസ് ആണ്. അതേപോലെ കിഡ്നിയാണ് അതിൻ്റെ ഡയറക്ട്ലി ഇൻ ടു വാട്ടർ ത്രൂ ദി കിഡ്നി, അതായത് കിഡ്നി വഴിയാണ് അവിടെ കിഡ്നി നമുക്കുള്ളതുപോലെ തന്നെ അവിടെയും കിഡ്നിയാണ് ഉള്ളത്. അപ്പോൾ കിഡ്നിയാണ് നമ്മുടെ എക്സ്ക്രേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്. അതേപോലെ നമ്മുടെ ഫിഷിൻ്റെ എക്സ്ക്രേറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. ഓക്കെ, പിന്നെ അടുത്തുള്ളത് ഫ്രോഗാണ്. ഫ്രോഗിൻ്റെ മുന്നേ റെപ്റ്റൈൽസ് ആണ് ആൻഡ് ബേർഡ്സ് ആണ്. ഇവർക്ക് രണ്ടു പേർക്കും ഒരേപോലെയാണ്. കിഡ്നീസ് ആർ ദ എക്സ്ക്രേറ്ററി ഓർഗൻ ആണ് കിഡ്നി. They filter uric acid, the main excretory product, and excrete them along with the digestive waste. ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ കൂടെ എക്സ്ക്രേറ്ററി പ്രൊഡക്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡ് ആണ് ഇവർ പുറത്തേക്ക് കളയുന്നത്, റെപ്റ്റൈൽസും ബേർഡ്സും. പിന്നെയുള്ളത് നമ്മുടെ ഫ്രോഗാണ്. ലാസ്റ്റ് വൺ ഫ്രോഗാണ്. ഫ്രോഗിൻ്റെ കിഡ്നി തന്നെയാണ് എക്സ്ക്രേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് യൂറിയ ആൻഡ് ഫിൽറ്റേർഡ് ഔട്ട് ആർ എക്സ്ക്രേറ്ററി യൂറിൻ. യൂറിൻ വഴിയാണ് യൂറിയ പുറത്തേക്ക് തള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സ്ക്രേറ്ററി ഇൻ അതർ ഓർഗാനിസം. പിന്നെ അതുകൂടാതെ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ സ്റ്റൊമാറ്റോ വഴി തന്നെയാണ് ഒന്നാമത്തെ എക്സ്ക്രേഷൻ നടക്കുന്നത്. നമ്മുടെ ലീഫിലാണെങ്കിൽ എക്സ്ക്രേഷൻ നടക്കുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ്. പിന്നെ ലെൻറ്റിസെൽസ് വഴിയും നടക്കും. അതായത് ലെൻറ്റിസെൽസിൽ നമുക്ക് ഗംസ്, പശ പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതും എന്താണ്, ഹാർട്ട് വുഡൊക്കെ കാണാൻ പറ്റൂലേ, അതായത് ഇങ്ങനെ മൂപ്പത്തിയ വുഡിൻ്റെ സെൻട്രൽ പാർട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാകും, നല്ല കാഠിന്യമേറിയത് അല്ലേ. അതും നമുക്ക് എന്താണ്, ഒരു എക്സ്ക്രേഷൻ നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ സോളിഡ് വേസ്റ്റ് ആണ്. റെസിൻസ്, ബാർക്ക്, ഡ്രോപ്പിംഗ് ഓഫ് മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഫോർമേഷൻ, ഹാർട്ട് വുഡ്, ഇതൊക്കെ എക്സ്ക്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഹൈഡത്തോട് വഴി നടക്കുന്നുണ്ട്. ഹൈഡത്തോട് മീൻസ് നമുക്കറിയാം, നമ്മൾ മോർണിംഗിലൊക്കെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ടിപ്പിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ആ ടിപ്പിൽ നമുക്കറിയാം അവിടെ ഒരു ഹോളുണ്ട്. സ്റ്റൊമാറ്റോ പോലെ തന്നെ ഒരു ഹോള് പ്രസൻ്റ് ആണ്. ചെറിയ ചെറിയ സുഷിരങ്ങൾ, പോസ് പ്രസൻ്റ് ആണ്. അതിലൂടെയാണ് നമുക്ക് എക്സ്ക്രേഷൻ നടക്കുന്നത്, അതായത് ആ ഒരു പ്ലാന്റ്സിന് എക്സ്ക്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ 3 വേയിലൂടെയും എന്ത് ചെയ്യാം, എക്സ്ക്രേഷൻ ഇൻ പ്ലാന്റ്സിൽ നടക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ, അതുകൂടാതെ നമ്മൾ ബോഡിയിൽ നടക്കുന്ന എക്സ്ക്രേഷനാണ്. നമുക്കറിയാം നമ്മുടെ ലിവറിൽ റെഗുലേറ്റ് മെറ്റബോളിസം, അതേപോലെ ആവശ്യമില്ലാത്ത ന്യൂട്രലൈസസ് ടോക്സിൻസൊക്കെ റിലീസ് ആവുന്നുണ്ട്. അതേപോലെ സാൾട്ടും വാട്ടറൊക്കെ ബാലൻസ് ചെയ്യുന്നതും റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷറും
റെഗുലേഷൻ ഓഫ് പി എച്ചും എക്സ്പെൽ വേസ്റ്റും ഒക്കെ നമ്മൾ കിഡ്നിയിൽ നടക്കുന്നുണ്ട് പഠിച്ചു. എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, റെഗുലേഷൻ ഓഫ് ഓക്സിജൻ്റെ ലെവല്, റെഗുലേഷൻ ഓഫ് പി എച്ച് ഒക്കെ ലങ്സിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ നമുക്കറിയാം റെഗുലേഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലേ, നമുക്ക് എന്താണ് വിയർപ്പുള്ളത് കൊണ്ടാണ് ടെമ്പറേച്ചർ നിലനിർത്തുന്നത് നമുക്കറിയാം. സാൾട്ട് ആൻഡ് വാട്ടർ അതൊക്കെ സ്കിന്നിൽ നടക്കുന്ന എക്സ്ക്രേഷനാണ്. പിന്നെ അതേപോലെ തന്നെ സെല്ലിൽ, ബ്ലഡിൽ, ടിഷ്യൂ ഫ്ലൂയിഡിലൊക്കെ ആയിട്ട് റെഗുലേറ്റ്സ് ദ കോമ്പോസിഷൻ ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് പ്രൊവൈഡ്സ് എ സ്യൂട്ടബിൾ കണ്ടീഷൻ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് എൻസൈം ഇൻ ദ സെൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഹോമിയോസ്റ്റേസിസ് നടക്കൂ. ഹോമിയോസ്റ്റേസിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു ബോഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ.